കരവിരുതും പാരമ്പര്യവും ഒരുമിക്കുന്ന കേരള പവലിയനിൽ തത്സമയം കരകൗശല വസ്തുക്കൾ ഒരുങ്ങുകയാണ്. ഇതാണ് കേരള പവലിയനിലെ ഏറെ ആകർഷകമായ കരകൗശല ഗ്രാമം. അഞ്ച് കലാകാരന്മാരാണ് ചിത്രപ്പണികളിലൂടെയും കൊത്തുപണികളിലൂടെയും ഇവിടെ കലാവിസ്മയം തീർക്കുന്നത്. ആറന്മുള കണ്ണാടിയും തെയ്യക്കോലങ്ങളുമെല്ലാം ഇവിടെ ഒരുങ്ങുന്നു. തത്സമയമുള്ള കേരളത്തിൻ്റെ കലാദൃശ്യങ്ങൾക്കൊപ്പം ദി ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിൽ ഇനി പാർലമെന്റ് PO പിൻ 543. ഇത്തവണത്തെ പാർലമെന്റ് POയിൽ മറുനാട്ടിലെ മലയാളികളുടെ യുവജനോത്സവത്തെ പറ്റിയാണ്. ജനസംസ്കൃതി ഒരുക്കിയ യുവജനോത്സവത്തിൻ്റെ വിശേഷങ്ങളുമായി വിക്ടർ ജോസഫ് കാത്തിരിക്കുന്നു. Judges, please note, code number 2096 on the stage. ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജനോത്സവമായ കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവം മാറ്റി നിർത്തിയാൽ കേരളത്തിന് പുറത്ത് മലയാള തനിമയോടെ നടക്കുന്ന ഏറ്റവും വലിയ കലാമേളയാണ് ദില്ലിയിൽ നടക്കുന്ന ജനസംസ്കൃതി സർഗോത്സവം. ഒറ്റനോട്ടത്തിൽ കേരള സംസ്ഥാന യുവജനോത്സവത്തിന്റെ പ്രതീതി. 5ലധികം വേദികളിലായി 2000ഓളം കലാപ്രതിഭകൾ ഇഞ്ചോടിഞ്ച് മത്സരിച്ച് ആടിയും പാടിയും ഭാവപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ അത് ദില്ലിയിലെ മലയാളികൾക്ക് ഉത്സവമായി. പതിവ് പോലെ ദില്ലിയിലും സമീപത്തും ചിതറിക്കിടക്കുന്ന മലയാളികൾക്ക് കലയുടെ ചെറുപൂരമായിരുന്നു ഇത്തവണയും ജനസംസ്കൃതി സർഗോത്സവം. ദില്ലിയിലെ കലോത്സവ പൂരത്തിന്റെ 6ാം വർഷവും അങ്ങനെ കെങ്കേമമായി. തലസ്ഥാന നഗരിയിൽ വളരുന്ന പുതുതലമുറയ്ക്ക് അന്യമായ നാടൻ പാട്ടുകൾ, നാടോടി നൃത്തം, വേദികളിൽ നിരന്തരം കേരള കലകളുടെ ആഘോഷമേളം. ജീവിതപ്പാച്ചിലിനിടയിൽ ഉള്ളിലെ കലാവാസനകളെ പുറത്തെടുക്കാനും പരിപോഷിപ്പിക്കാനും ലഭിക്കുന്ന അവസരം എന്നതിലുപരി മലയാളികൾക്ക് ഒത്തുകൂടാനുള്ള അപൂർവ അവസരം കൂടിയാണ് ജനസംസ്കൃതി സർഗോത്സവം. വെറും മത്സരം മാത്രമല്ല, വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ മത്സരത്തിനപ്പുറം എല്ലാവരും വിജയിക്കുന്ന ഒരു ആഘോഷം, സർഗോത്സവം, ഉത്സവം എന്നുള്ള രൂപത്തിൽ തന്നെ ഇത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ നിലയിൽ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇവിടെ മത്സരരംഗത്തുള്ളത്, കോളേജ് തലത്തിലുള്ളവരും മത്സരിക്കുന്നു. കേരളത്തിലെ പോലെ ചെറുപ്പം മുതൽ നൃത്തവും സംഗീതവും അഭ്യസിക്കാൻ അവസരമില്ലാത്ത ദില്ലി നിവാസികൾ കേരളത്തിലിറങ്ങുന്ന നൃത്ത CD-കൾ ഉപയോഗിച്ചാണ് നൃത്തവും സംഗീതവും അഭ്യസിക്കുന്നത്. എന്നാൽ ഇത്തരം പോരായ്മകൾക്കിടയിലും ജനസംസ്കൃതി സർഗോത്സവത്തിലെ നൃത്തവേദികൾ സമ്പന്നമാകുന്നു. ദില്ലിയിലെ മലയാളികൾ കൂടുതലായി കലാരംഗത്തേക്ക് കടന്നു വരുന്നതിന് സർഗോത്സവം കാരണമാകുന്നു. കഥകളി, ഓട്ടംതുള്ളൽ, നാടോടി നൃത്തം തുടങ്ങി കണ്ടുമാത്രം ശീലിച്ചവ മറുനാട്ടിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതും സർഗോത്സവത്തിന്റെ പ്രത്യേകതയാണെന്ന് ദില്ലി RK പുരത്ത് നൃത്തവിദ്യാലയം നടത്തുന്ന സംഗീത പറയുന്നു. കേരളത്തിലെ ഒരു കുട്ടികൾക്കുള്ള അവസരം പോലെ തന്നെ മറുനാട്ടിൽ ഡൽഹി പോലുള്ള സ്ഥലത്ത് കുട്ടികൾക്കൊരു അവസരം തന്നെയാണ്. ശരിക്കും ജനസംസ്കൃതി ചെയ്യുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്താ തെയ്യം, എന്താ കഥകളി, എന്താ ഓട്ടംതുള്ളൽ, എങ്ങനെയാണ് അതിൻ്റെ മേക്കപ്പ്, മെയിനായിട്ട് മേക്കപ്പ് എന്താണ് കുട്ടികളെ നോക്കുകയാണ് ചെയ്തതിനു ശേഷം. ഇങ്ങനെയാണല്ലേ ചാക്യാർകൂത്ത്, ഇങ്ങനെയാണല്ലേ ഇരിക്കുക എന്നൊക്കെ ഉള്ളൊരു. സർഗോത്സവത്തിന്റെ ഭാഗമായി ദില്ലിയിലെ വിവിധ കേരള സ്കൂളുകളിൽ രചനാ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. പ്രവാസികളായ മലയാളികൾക്ക് ഒത്തുകൂടാൻ ലഭിക്കുന്ന മികച്ച അവസരമാണ് ഈ സർഗോത്സവമെന്ന് മുൻ സാംസ്കാരിക മന്ത്രി MA ബേബിയുടെ സാക്ഷ്യം. കേരളത്തിൽ നിന്ന് ഒരുപാട് അകലെ ഉള്ള ഒരു നഗരത്തിൽ കഴിഞ്ഞുകൂടുന്ന മലയാളികൾക്ക് ഭാഷയെയും സംസ്കാരത്തെയും മാറോട് അടുക്കിപ്പിടിക്കാൻ ഇതുപോലുള്ള സാംസ്കാരിക സംരംഭങ്ങൾ സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനസംസ്കൃതിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2005-ൽ 20 ഇനങ്ങളുമായി പരിമിതമായി തുടങ്ങിയ സർഗോത്സവം 6 വർഷം പിന്നിടുമ്പോൾ 60 ഇനങ്ങളിലേക്കായി പടർന്നിരിക്കുന്നു. പങ്കാളിത്തം 2000-ലധികവും. അങ്ങനെ പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ജനസംസ്കൃതി കലോത്സവം
അക്ഷരാർത്ഥത്തിൽ ഉത്സവമാകുന്നു.